ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട. ഒക്ടോബർ 5 നിങ്ങൾക്ക് ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. റെഗുലർ ക്ലാസ്സിന് ഇത്തവണ ഒരു വ്യത്യാസമുണ്ട്. ഫിസിക്കൽ ക്ലാസ് നടക്കില്ല, പകരം ഓൺലൈൻ ക്ലാസ്സാണ് ക്രൈസ്റ്റ് കോളേജ് പ്രിഫർ ചെയ്യുന്നത്. ഈ ഓൺലൈൻ ക്ലാസ്സിനായിട്ട് നമ്മൾ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. LMS എന്നാണ് ഇതിന് ചുരുക്കത്തിൽ വിളിക്കുക. 2 മേജറായിട്ടുള്ള LMS ആണ് ക്രൈസ്റ്റ് കോളേജ് ഉപയോഗിക്കുന്നത്. ഒന്ന് മൂഡിൽ, 2 ഗൂഗിൾ ക്ലാസ് റൂം. ഇതിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ളതും ഈസി ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഗൂഗിൾ ക്ലാസ് റൂം. ജിമെയിൽ അക്കൗണ്ടുള്ള ഏതൊരു വ്യക്തിക്കും ഗൂഗിൾ ക്ലാസ് റൂം വളരെ എളുപ്പത്തിൽ അക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലെ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഗൂഗിൾ ക്ലാസ് റൂം ആപ്പും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു ക്ലാസ് റൂമിനകത്തോട്ട് എൻ്റർ ചെയ്യുക എന്നുള്ള ഡാറ്റയും ആ ക്ലാസ് റൂമിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ട് എന്ന കാര്യത്തെക്കുറിച്ചും, ലൈക്ക് അറ്റൻഡൻസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ അതിനകത്തുള്ള ലേണിംഗ് കണ്ടൻസ് എങ്ങനെയാണ് എടുക്കുക, അതുപോലെ അസൈൻമെൻറ്റ്സ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക, എക്സ്റ്റെൻഡഡ് റീഡിംഗ് മെറ്റീരിയൽസ് എങ്ങനെയാണ് നമ്മൾ വായിക്കുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ സ്ക്രീൻ കാസ്റ്റ് വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ആ വീഡിയോയിലോട്ട് ചെല്ലാം. സോ സ്റ്റുഡൻസ്, ഇതാണ് ഒരു ഗൂഗിൾ ക്ലാസ് റൂമിന്റെ പ്രിവ്യൂ പേജ്. ഇത് ടീച്ചേഴ്സ് ലോഗിനിൽ ടീച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗൂഗിൾ ക്ലാസ് റൂം ആണ്. സോ അതിന്റെ പേര് ഇവിടെ തൽക്കാലം കൊടുത്തിരിക്കുന്ന മോഡൽ ക്ലാസ് എന്നാണ്. ആ ക്ലാസിന്റെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക്, അതായത് ഈ ക്ലാസ്സിൽ ഇപ്പൊ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ ക്ലാസ്സിൽ ടീച്ചർ മാത്രമേ ഉള്ളൂ, സ്റ്റുഡൻസ് ഇതുവരെ കയറിയിട്ടില്ല. സോ എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ് ഈ ക്ലാസ്സിലോട്ട് കയറുക എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ മറ്റൊരു അക്കൗണ്ടിലൂടെ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഈ ക്ലാസ്സിൽ കയറാനുള്ള ഒരു അക്സസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതായത് നിങ്ങളുടെ മെയിൽ തുറക്കുക. നിങ്ങളുടെ മെയിൽ ID തുറന്നു കഴിഞ്ഞാൽ, ഇൻബോക്സിൽ പോയി കഴിഞ്ഞാൽ മീതെ നിങ്ങൾക്ക് ഗൂഗിൾ ആപ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ കഴിയും. അവിടെ ചെന്നിട്ട് അവിടെ ക്ലാസ് റൂം എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ക്ലാസ് റൂമിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും ഗൂഗിൾ ക്ലാസ് റൂമിലെ മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ക്ലാസ് റൂമിന്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. പക്ഷെ ഈ ഒരു അക്കൗണ്ടിൽ ഏത് ക്ലാസ് റൂമിലും മെമ്പർ അല്ല ഈ അക്കൗണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഗൂഗിൾ ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജോയിൻ ക്ലാസ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ ജോയിൻ ക്ലാസ് കൊടുത്താൽ നിങ്ങൾക്ക് ക്ലാസ്സിലോട്ട് കയറാനുള്ള ഒരു ക്ലാസ് കോഡ് ചോദിക്കും. ഞാൻ നേരത്തെ ടീച്ചേഴ്സ് ലോഗിന് കാണിച്ച സമയത്ത്, ടീച്ചറിന്റെ ക്ലാസ് കാണിച്ച സമയത്ത് ഏറ്റവും മീതെ ഒരു ക്ലാസ് കോഡ് കാണിച്ചിരുന്നു. ആ ക്ലാസ് കോഡാണ് നിങ്ങൾക്ക് ടീച്ചർമാര് ഷെയർ ചെയ്യുക. അപ്പൊ ആ ക്ലാസ് കോഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ക്ലാസ് കോഡ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ ആ ക്ലാസ് കോഡ് നിങ്ങൾ ഈ കോളത്തിലോട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് ജോയിൻ കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. സോ യു ആർ ട്രൈങ് ടു ലോഗിൻ ടു ദി ക്ലാസ്. ഓക്കെ, നിങ്ങൾ ആ മോഡൽ ക്ലാസ്സിൽ ഇപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. സോ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതിനകത്ത് എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ സ്റ്റുഡൻ്റ് ആയി കയറി കഴിഞ്ഞു. ഓക്കെ, അതിനകത്ത് ടീച്ചറുണ്ട്, നിങ്ങൾ ഈ ക്ലാസ്സിലെ സ്റ്റുഡൻറ്റും ആണ്. മറ്റു സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് അതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ 3 ടാബുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വൺ ഈസ് സ്ട്രീം, സെക്കൻഡ് വൺ ഈസ് ക്ലാസ് വർക്ക്, തേർഡ് വൺ ഈസ് പീപ്പിൾ. പീപ്പിളില് ടീച്ചർ ആരാന്നുള്ളതും സ്റ്റുഡൻസ് ആരാന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. സ്ട്രീമിൽ പോവുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, ഇന്ന് ഡ്യൂ ആവുന്ന കാര്യങ്ങൾ, അതുപോലെ മൺഡേയിൽ ഡ്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, ലൈക്ക് എന്തൊക്കെയാണ് അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സേ ഫോർ എക്സാമ്പിൾ ടീച്ചർ ഇവിടെ സൂനോമിയ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ് ടീച്ചർ.
അവിടെ അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ 28-ന്. അപ്പൊ അറ്റൻഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റൻഡൻസ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരിക. സോ നിങ്ങൾ ഈ ക്ലാസ്സിൽ 28-ാം തീയതി ആ ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ സാധാരണഗതിയിൽ അതിലൊരു ഡ്യൂ ടൈം കൊടുത്തിട്ടുണ്ടാവും. ഇത്ര സമയത്തിന് 9:30-ക്കുള്ളിൽ നിങ്ങൾ മാർക്ക് ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അവിടെ ക്ലാസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക, ടേൺ ഇന്ന് കൊടുക്കുക. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ടേൺ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് യാതൊരു മാറ്റവും അതിൽ വരുത്താൻ കഴിയില്ല. ഓക്കെ, സോ ഞാൻ ഇതൊന്ന് കൊടുത്തു നോക്കാം. ടേൺ ഇൻ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അറ്റൻഡൻസ് അവിടെ മാർക്കായി. അറ്റൻഡൻസ് എന്നുള്ള സെക്ഷനിൽ മാർക്കായി. നമുക്ക് പ്രീവിയസ് മെനു ചെക്ക് ചെയ്ത് നോക്കാം, എന്തായെന്നുള്ളത് നോക്കാം. ഓക്കെ ഓക്കെ ഫൈൻ. ക്ലാസ് വർക്കിനകത്ത് പോയാൽ അറ്റൻഡൻസ് നോക്കാം. നിങ്ങൾ എസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ യുവർ അറ്റൻഡൻസ് ഈസ് ദെയർ ഓൺ 28/9/2020. നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്തത് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ക്ലാസ് വർക്കിനകത്താണ് നിങ്ങൾക്ക് ടോപ്പിക്സ് കാണാൻ കഴിയും. അറ്റൻഡൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അറ്റൻഡൻസ് ഡെയിലി നിങ്ങളുടെ അവറിൽ നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം, എസ് മാർക്ക് ചെയ്യണം. ടേൺ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഡൻസ് അവിടെ ഓട്ടോമാറ്റിക്കലി റെക്കോർഡഡ് ആവും. പിന്നെ ഉള്ളത് സിലബസ് എന്ന് പറയുന്ന ടോപ്പിക്. അത് ബേസ്ഡ് ഓൺ ടീച്ചേഴ്സിന്റെ കൺവീനിയൻസിനനുസരിച്ച് ടീച്ചേഴ്സാണ് ടോപ്പിക് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ടോപ്പിക് പറയുന്നത് സിലബസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് റൂമിലെ സിലബസ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് എ മോഡൽ സിലബസ്. ഇതൊരു മോഡൽ ക്ലാസ് ആയതുകൊണ്ട് ഒരു മോഡൽ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആ മോഡൽ സിലബസ് നിങ്ങൾക്ക് നോക്കാം, വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് വയ്ക്കാം. ഓക്കെ, സോ അനദർ ടോപ്പിക് ഈസ് ബയോഡൈവേഴ്സിറ്റി. അതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ബയോഡൈവേഴ്സിറ്റിയിൽ ഒരു PPT ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫൈൻ, ദർ ഇസ് എ PPT. ആ PPT നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തെല്ലാം കണ്ടന്റ്സ് ഉണ്ടെന്ന് കാണാൻ കഴിയും. സോ ലേണിംഗ് മെറ്റീരിയൽസ് ചിലപ്പോൾ PPT ആയിരിക്കും, ചിലപ്പോൾ PDF ആയിരിക്കും. ടീച്ചേഴ്സിന്റെ കൺവീനിയൻസിനനുസരിച്ച് ലേണിംഗ് മെറ്റീരിയൽസ് അതിൽ ആഡ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് എ PPT. ഫൈൻ. അപ്പോൾ ഒരു ലേണിംഗ് മെറ്റീരിയൽ നിങ്ങൾ കണ്ടു. ഈ ലേണിംഗ് മെറ്റീരിയൽ ഇപ്പോൾ നിങ്ങളൊരു ക്ലാസ്സിൽ കാണുകയാണെങ്കിൽ അടുത്ത് തന്നെ അതിന്റെ ചിലപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ, ന്യൂ ക്വസ്റ്റ്യൻ. സോ ദി ക്വസ്റ്റ്യൻ വാസ് ഹൂ ഇൻട്രൊഡ്യൂസ് ദി ഹോട്ട് സ്പോട്ട് കോൺസെപ്റ്റ് ഇൻ എക്കോളജി. അപ്പോൾ നമുക്ക് അറിയുന്ന നമ്മൾ ഈ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ നോർമൻ മേയർ എന്ന് പറഞ്ഞ് ടേൺ ഇൻ ചെയ്താൽ, സോ മൈ ആൻസർ വുഡ് ബി ഓട്ടോമാറ്റിക്കലി റെക്കോർഡഡ് ദെയർ. ഇതാണ് ആൻസർ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ടീച്ചർ അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ശരിയാണെങ്കിൽ നമുക്ക് അതിനുള്ള പോയിന്റ്സ് ഗ്രാൻഡ് ചെയ്യും. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇടയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും. സോ ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന് ആൻസർ ചെയ്യുക, ടേൺ ഇൻ ചെയ്യുക. ദാറ്റ് മീൻസ് യുവർ ആൻസർ ഈസ് റെക്കോർഡഡ് ദെയർ. ടീച്ചേഴ്സിന് കാണാൻ പറ്റും ആൻസർ റെക്കോർഡ് ചെയ്തത്. ആൻഡ് മറ്റൊരു ടോപ്പിക് എടുത്ത് നോക്കാം. അഗെയിൻ ദർ ഇസ് എ ക്വസ്റ്റ്യൻ, ബട്ട് ദിസ് ടൈം ഇച്ചിരി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ളത്, സ്റ്റുഡൻസിന് അസൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് 28-ാം തീയതി സെപ്റ്റംബർ 28-ാം തീയതി അസൈൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ടേൺ ഇൻ ചെയ്യുക. അതുപോലെ തന്നെ യൂഷ്വലി ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ നമുക്ക് Gmeetന്റെ ലിങ്ക് കിട്ടാറുണ്ട്. ക്ലിക്ക് ഓൺ ദി URL ടു ജോയിൻ ദി ലൈവ് ക്ലാസ്. അപ്പൊ ഈ Gmeetന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ജോയിൻ ദി Gmeet ക്ലാസ്, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിന്റെ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ബേസിക്കലി ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്, LMS എന്ന് പറയും. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി കണ്ടന്റ്സ് കാണാൻ പറ്റും. അതുപോലെ അതിനകത്ത് കിട്ടുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസിലേക്കോ അതുപോലെ തന്നെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസിലേക്കോ പോകാൻ പറ്റും. ടീച്ചേഴ്സ് ഷെയർ ചെയ്യുന്ന അവരുടെ ഡ്രൈവ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയും, അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒത്തിരി സ്കോപ്പ് ഉള്ള ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെയുള്ള ഗൂഗിളിന്റെ തന്നെ മറ്റൊരു ലൈവ് മീറ്റിങ്ങുകളെല്ലാം കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ആണ്
ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ യൂഷ്വലി ടീച്ചേഴ്സ് പോസ്റ്റ് ചെയ്യുക. അപ്പൊ ഈ ലിങ്കിൽ പോയിട്ട് ആ പറയുന്ന ടൈമിൽ, ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ടൈം 30/9/2020 10:00 to 11:30. അപ്പൊ ആ സമയത്ത് 10:00 തന്നെ നിങ്ങൾ ചെന്ന് ലോഗിൻ ചെയ്യുകയാണ്. ഇതിനകത്ത് URL പോയി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങളെ അഡ്മിറ്റ് ചെയ്യും, ഗൂഗിൾ ക്ലാസ് റൂമിലോട്ട് അഡ്മിറ്റ് ചെയ്യും. സോ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് അവിടെ കേൾക്കാൻ പറ്റും, ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 11:30 വരെ ആയിരിക്കും ചിലപ്പോൾ ടീച്ചർ ആ ക്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ URL സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇത് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് ഈ URLയുടെ നമുക്ക് അതിനകത്ത് കയറാൻ കഴിയുക. കാരണം ടീച്ചേഴ്സ് അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ക്ലാസ്സിനകത്തോട്ട് കയറാൻ കഴിയുള്ളൂ. ഗൂഗിൾ മീറ്റ് ക്ലാസിന്റെ കാര്യമാണ് പറയുന്നത്. സോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ലിങ്ക് കൂടെ ഇതിനകത്തുണ്ട് എന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അനദർ സെക്ഷൻ ഇസ് സെമിനാർ. സെമിനാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സെമിനാറിന് ആവശ്യമായിട്ടുള്ള അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ആണിത്. അപ്പൊ ഇതിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണാൻ കഴിയും. സബ്മിറ്റ് ബിഫോർ 5/10/2020 7 മണി. അപ്പൊ PDF ഫയൽ നെയിം ഷുഡ് ബി യുവർ നെയിം. സോ ഒരു PDF ഫയലായിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേര് നിങ്ങളുടെ പേരിലായിരിക്കണം കൊടുക്കേണ്ടത്. വേറൊരു ഇൻസ്ട്രക്ഷൻ കൂടി ഉണ്ട്, സെമിനാർ ടോപ്പിക്സ്. അപ്പൊ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആരെല്ലാമാണ് ഏതൊക്കെ ടോപ്പിക്കുകൾ ആർക്കൊക്കെയാണ് അസൈൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ കഴിയും. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ്, അതിന്റെ മാർക്കും അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുക, നിങ്ങളുടെ സെമിനാർ മെറ്റീരിയൽസ് ആഡ് ചെയ്യുക. പിന്നെ എക്സ്റ്റെൻഡഡ് റീഡിംഗ് എന്ന് പറയുന്ന സെഷൻ ചില ടീച്ചേഴ്സ് അത് വെക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റീഡിങ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കോ അങ്ങനെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈ ഒരു സെഷനിലൂടെ നോക്കാൻ കഴിയും. സോ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങളുടെ പ്രോഗ്രസ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്, സ്റ്റുഡൻസിന്റെ പ്രോഗ്രസ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പൊ സ്ട്രീം എന്താന്ന് മനസ്സിലായി നിങ്ങൾക്ക്. നോട്ടിഫിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ടീച്ചേഴ്സ് എന്തെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾക്കും എന്തെങ്കിലും ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പൊ സ്ട്രീമിന്റെ ആവശ്യം എന്താന്ന് മനസ്സിലായി. ക്ലാസ് വർക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ടോപ്പിക്സ് ഉണ്ടാവും. ആ ടോപ്പിക്സിനകത്ത് ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽസ് ഉണ്ടാവും, അതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അസൈൻമെന്റ്സ് ഉണ്ടാവും, അറ്റൻഡൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. മെറ്റീരിയൽസിനകത്ത് ലിങ്ക് ഉണ്ടാവും, ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ സാധാരണ ഇതിൽ PDF-കള്, PPT അങ്ങനത്തെ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവും. ടീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചില സമയത്ത് ഉണ്ടാവുക. അതെല്ലാം കറക്റ്റ് ആ ഒരു ഡ്യൂ അവേഴ്സിനുള്ളിൽ, ഡ്യൂ ആവുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന അറ്റൻഡൻസ് ആ ഒരു ടൈം കഴിഞ്ഞ് മാർക്ക് ചെയ്യുന്ന അറ്റൻഡൻസ് എല്ലാം സബ്മിറ്റഡ് ലേറ്റ് എന്ന രീതിയിൽ ടീച്ചേഴ്സിന് മെയിലിൽ ചെല്ലാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിലേ ആയത് അത് അവിടെ റിഫ്ലക്ട് ചെയ്യും. സോ നിങ്ങൾ കറക്റ്റ് സമയത്ത് ക്ലാസ്സുകളിൽ കയറുക, അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് അസൈൻ ചെയ്ത വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത് മൂന്നെണ്ണമാണ് കുട്ടികൾക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഇത് തന്നെ ടീച്ചറിന്റെ വ്യൂ പോയിന്റിൽ ഇപ്പൊ നമ്മൾ 1-2 അസൈൻമെന്റ് ചെയ്തു, നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ദിസ് ഇസ് എ ടീച്ചേഴ്സ് ഗൂഗിൾ ക്ലാസ് റൂം മോഡ്. അപ്പൊ ഇതിനകത്ത് പീപ്പിൾ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് സ്റ്റുഡന്റ്. അപ്പോ സ്റ്റുഡന്റ് ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഹോട്ട്സ്പോട്ട് കോൺസെപ്റ്റ് ഇൻ എക്കോളജി എന്നുള്ള ചോദ്യം ഹാൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ചെയ്തിട്ടുണ്ട്. അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡൺ ലേറ്റ്. കാരണം ഓൾറെഡി അത് ഒരു ദിവസം മുമ്പ് സെറ്റ് ചെയ്ത അറ്റൻഡൻസ് ആയിരുന്നു. അത് അറ്റൻഡൻസ് ഒരു ദിവസം വൈകി ചെയ്തുകൊണ്ട് ഡൺ ലേറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിലാണ് കിടക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനുള്ള സമയം ഉണ്ടായിരുന്നു, ഇനിയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഹാൻഡഡ് ഇൻ എന്നുള്ള രീതിയിലേക്കാണ്. ഇഫ് യു വോണ്ട് ടു സീ വാട്ട് ഇസ് ആൻസേർഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നോർമൻ മേയർ എന്നുള്ളൊരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വേണമെന്ന് വെച്ചാൽ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് അത് റിട്ടേൺ ചെയ്യാനൊക്കെ കഴിയും. അപ്പൊ നിങ്ങൾ തൽക്കാലം സ്റ്റുഡൻസിന്റെ ലോഗിനിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനകത്ത് കയറിയാൽ കാണാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കുക. ദിസ് ഇസ് ദ ടീച്ചേഴ്സ് ലോഗിൻ. ഇത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം എന്നില്ല, ടീച്ചേഴ്സ് ലോഗിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദിസ് ഈസ് ദ സ്റ്റുഡന്റ് ലോഗിൻ. സ്റ്റുഡന്റ് ലോഗിൻ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഗൂഗിൾ ക്ലാസ് റൂം അക്കൗണ്ട്സ്
ക്രിയേറ്റ് ചെയ്യുക. ടീച്ചേഴ്സ് കോഡ് തരും, ക്ലാസ് റൂം കോഡ് തരും. ആ ക്ലാസ് റൂം കോഡ് എൻ്റർ ചെയ്ത് നിങ്ങൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ, ക്ലാസ്സിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച്, സ്ട്രീമിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഡ്യൂ ഡേറ്റ് എപ്പോഴും ചെക്ക് ചെയ്യുക. ആ ഡ്യൂ ഡേറ്റിന് മുമ്പ് നിങ്ങളുടെ വർക്കുകൾ, അസൈൻമെന്റ്സ് എല്ലാം, അറ്റൻഡൻസ് എല്ലാം ഡ്യൂ ഡേറ്റിന് മുമ്പ് ചെയ്ത് തീർക്കാൻ നോക്കുക. പിന്നെ എപ്പോഴും ഓൺലൈൻ ക്ലാസ്, ജിമീറ്റ് എല്ലാം ഉണ്ടാവുമ്പോൾ നിങ്ങൾ കറക്റ്റ് സമയത്ത്, അതായത് ഒരു പറ്റുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ അത് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും ഇന്റർനെറ്റിന്റെ ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കയറാൻ ഡിലേ വരും. ഒത്തിരി ഡിലേ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടീച്ചർ പ്രസന്റേഷൻ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഒരുപക്ഷെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ അതിനകത്ത് കയറാൻ ശ്രമിക്കുമ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ട്രൈ ടു ബി എറ്റ് ടൈം. അത് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരുപാട് 5 മിനിറ്റിൽ കൂടുതലൊന്നും ഡിലേ ഒരു ക്ലാസ്സിലും വരുത്തരുത്. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറക്കരുത്. അറ്റൻഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യും. ചില ടീച്ചേഴ്സ് വേറെ രീതിയിലായിരിക്കും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇതൊരു കോമൺ സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. സോ ഐ ഹോപ്പ് ദി ഗൂഗിൾ ക്ലാസ് റൂം ഓപ്ഷൻസ് ഇസ് ക്ലിയർ ഫോർ യു. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. യുവർ വർക്ക് എന്നുള്ളത് നിങ്ങൾ എന്തെല്ലാം വർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അസൈൻഡ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ഇതുവരെ അസൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഇതുവരെ ടേൺഡ് ഇൻ ചെയ്തിട്ടില്ല. അതായത് നിങ്ങളത് വർക്കൗട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അറ്റൻഡൻസും മാത്രമാണ്. ആ അറ്റൻഡൻസ് തന്നെ വൈകിട്ടാണ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അസൈൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പെൻഡിങ് ആയി കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാൻ പറ്റും. അത് നോക്കിയിട്ട് ഏതെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള വർക്ക് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതാണ് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന വളരെ എളുപ്പമായിട്ടുള്ള ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം.